ഈ അർഹതയില്ലാത്തവർക്കും കിട്ടുമോ ഈ പ്രശംസ? അർഹതയില്ലാത്തവർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് നഷ്ടമല്ലേ? നമുക്ക് കൊടുക്കാമല്ലോ. ഓക്കെ. അപ്പോൾ ഈ ഞാൻ ആ ചിരിയിലേക്ക് വന്നാലേ, ഈ ചിരി ആദ്യമായിട്ട് കൂടുതൽ മിസ്യൂസ് ചെയ്ത് ആ ഡയറക്ടർ ഉണ്ണികൃഷ്ണനാണോ? എന്റെ ചിരി മിസ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. അല്ലേ? സൂപ്പറായിട്ട് മിസ്യൂസ് ചെയ്തു. തീർച്ചയായിട്ടും. അദ്ദേഹം അതിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ടുവന്നിട്ട് ഈ നമ്മൾ ഓരോ സബ്ജക്റ്റും ഓരോ വ്യത്യസ്തമായ വേറെ വേറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും പേരൊന്നാണ് അല്ലേ. വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ എനിക്ക് ഒരു ഇതുള്ളത് എല്ലാത്തിനും ഞാൻ ചിരിക്കാം. എടാ നീ എന്താ ചിരിച്ചില്ല, അത് നീ ചിരിക്കി അങ്ങനെ പറഞ്ഞു ചിരിപ്പിക്കുകയാണ് ഓരോ. അപ്പൊ പിന്നീട് ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞു, സാർ ചിരി എല്ലാത്തിനും ചിരിക്കുന്ന ഇവര് ബാക്കിയുള്ളവരായിരിക്കും, ബാക്കിയുള്ള എല്ലാവർക്കും കുഴപ്പമില്ല, പക്ഷെ എന്റെ നീ ചിരിച്ചാ മാത്രല്ല ഒരുപാട് ചിരിക്കുവാണെങ്കിലേ മറ്റേ അസുഖം നാളിൽ പറയുകയും ചെയ്യും അല്ലേ? അപ്പൊ പക്ഷെ അത് മൂവിയിൽ വന്നപ്പോഴും കുറെ നാള് എനിക്ക് അത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട. കുറച്ച് നമുക്കറിയാന്നുള്ളത് തന്നെ ഡയറക്ടേഴ്സ് ഒക്കെ ആദ്യം വന്നിട്ട് ശ്രീമറെ മറ്റേ ചിരിച്ചോ എന്ന് പറയും. ഞാനത് ചിരിപ്പിക്കാതെ നിൽക്കണമെങ്കിൽ പുറകുന്ന ക്യാമറമാൻ, സാർ അയാൾ ചിരിച്ചില്ല, അയാൾ ചിരിച്ചില്ല, ഉള്ളി കട്ട് പറയും. ക്യാമറ സാർ സെക്കൻഡ് സാർ കട്ട് ചെയ്യണം സാർ, ഇത് പുള്ളി ചിരിച്ചില്ല, ഞാൻ ഇങ്ങനെ പറയും. എന്നാലും ചുമ്മാ ഇരിക്കാൻ പറയും ക്യാമറമാൻ്റെ അടുത്ത്, എന്നാലും അദ്ദേഹം വീണ്ടും ചിരിപ്പിക്കും. അപ്പൊ അങ്ങനെയായിരുന്നു ആദ്യം തുടക്കകാലത്തൊക്കെ. പക്ഷെ എനിക്കത് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ സാർ. അല്ല ആ ചിരി ഒന്ന് ഇവിടെ നിട്ടേ, നമുക്കൊന്ന് നോക്കട്ടെ ആ ചിരി മാഞ്ഞോന്നറിയണമല്ലോ. പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ ചിരിച്ചിട്ട് കുറച്ചു കാലമായി, അത് നന്നായി. അതുകൊണ്ട് ആ വർദ്ധിത വീര്യത്തിൽ ചെയ്യാം. ലോലിതന് മണ്ടോദരിയായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിരി വീഴും. അപ്പൊ മണ്ടോദരിയുടെ ചിരി എന്റെ കൂടെ ഇട്ടോളണം, എന്നാലേ ലോലിതന് ചിരി വരൂ. എന്താ പേര്? ലോലിതൻ. എന്താ ലോലിതൻ? അയ്യേ, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടേ വല്ല ഡിക്സണ്ണോ റോബിൻസണ്ണോ ഒക്കെ ആക്കാമേ. ആക്കാല്ലേ? കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? ഇഷ്ടായോ? ഇഷ്ടായോ? എന്നാ പറ, അച്ഛനോട് പറ. അച്ഛാ എന്നെയാണോ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ രംഗം കഴിഞ്ഞു അല്ലേ? ലോലിതനും മണ്ടോദരിയും. കുട്ടേട്ടാ ശ്രീകുമാർ ആൻഡ് സ്നേഹ, ശ്രീകുമാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ ഒരു വിദേശ പെൺകുട്ടിയുമായി കുറെ വർഷങ്ങൾ പ്രണയത്തിലായിരുന്നു. അത് ആർക്കെങ്കിലും അറിയുമോ? ഇറ്റലിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇത് ഇവിടെ ആളെ കിട്ടാത്ത പോലെ. വരട്ടെ. വാട്ട് ഹാപ്പൻഡ് ടു ഇറ്റലി? ഇറ്റലി ഈസ് എ ബിഗ് കൺട്രി. ഇംഗ്ലീഷ് പാട്ടും പാടി നടക്കുന്നത് നമുക്കത് മനസ്സിലായില്ല സാറേ, ഇറ്റലി ആയിരുന്നെന്ന്. അതെങ്ങനെ അറിഞ്ഞു കുട്ടേട്ടൻ താങ്കളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, കുറേയധികം താങ്കളുടെ സ്വഭാവം പല കാര്യങ്ങളും കുട്ടേട്ടൻ കളക്ട് ചെയ്തു വെച്ചു. തീർച്ചയായും അത് മാത്രമേ പറയൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ എടുത്ത് തൂവി കഴിഞ്ഞാലേ പിന്നെ അത് വലിച്ചെടുക്കാനും പറ്റത്തില്ല. ഓക്കെ, പിന്നെ താങ്കൾ എത്ര തള്ളിയാലും അങ്ങ് മുന്നോട്ട് പോകത്തുമില്ല. ഇറ്റലിക്കാരി തള്ളിയോ? എന്താ ഇറ്റലി എന്തായിരുന്നു? ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോ അത് മ്യൂസിക് ആയിരുന്നു. അല്ലല്ല, ഞാൻ കോളത്തൊക്കെ ഇങ്ങനെ എന്റേതായിട്ടുള്ള ഇത് വെച്ചിട്ട് DJ ഒക്കെ ചെയ്യാനൊക്കെ പോകും, ഒരു ലാപ്ടോപ്പൊക്കെ കൊണ്ട്. അപ്പൊ ഇതുപോലെ അല്ലേ കുറെ മുടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ട്. പിന്നെ ഇറ്റലി ആയാലും റോം ആയാലും വരും കേട്ടോ. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് മൈക്കിൾ ജാക്സൺ ആണ്. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല, അല്ലാതെ തന്നെ ഞാൻ കണ്ടുപഠിച്ചിട്ട് അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഈ പാട്ടിന്റെ മ്യൂസിക് ബാൻഡിന്റെ കൂടെ തന്നെ ഡാൻസും DJയും അതൊക്കെ കൂടെയൊക്കെ അവിടെ പോയി കുറച്ച് കാശൊക്കെ അവിടെ നിന്ന് കിട്ടും. ചിലപ്പോ ചിലയിടത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന കോളം അങ്ങോട്ടൊക്കെ ചില ഹോട്ടൽസുകളിലൊക്കെ പോയി പെർഫോം ഒക്കെ ചെയ്യും. ചിലപ്പോൾ അറിഞ്ഞൂടാത്ത പാട്ടാണെന്നുണ്ടെങ്കിലും ആ മ്യൂസിക് അറിയാന്നുള്ളതുകൊണ്ട് ലിറിക്സ് ഒക്കെ പറയും. അല്ല, ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ പിന്നെ അറിഞ്ഞൂടാത്ത അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പൊ ഇവരുമായിട്ട് നല്ല കമ്പനിയായി. പാട്ട് കേൾക്കാൻ വന്നാണോ? അവര് സിംഗർ ആയിരുന്നു. അവർക്ക് ഒരു മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ കുറച്ച് നാൾ ഇടയ്ക്കൊക്കെ അവരിവിടെ വരുമ്പോഴത്തേക്ക് ഷോസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വരാറുണ്ട്, അങ്ങനെ കാണാറുണ്ട്. അത്രേ ഉള്ളു. അങ്ങനെ ഒരു കഥ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കൊടുത്ത കുട്ടികളുടെ അടുത്ത്. പിന്നെ ചുമ്മാ അത്രേ ഉള്ളെന്ന് അങ്ങനെയല്ലേ തോന്നിട്ടില്ല സാറേ. ഇല്ല, ബാക്കി പറഞ്ഞു.
പക്ഷെ എന്തൊക്കെയാ പിന്നെ പിന്നെ തോന്നിയത്? അവസാനം ഞാൻ ഇതിന്റെ പുറകെ ചെകഞ്ഞു പോയി. ഇറ്റലിയുടെ പറയില്ല, ഇറ്റലിയുടെ പുറകെ ഗുഡ് കൺട്രി. ആ ഇത് എന്താ സംഭവം നമുക്ക് അറിയണമല്ലോ. ഇനി അതെങ്ങാനും തിരിച്ചു വരുവോ അതും അറിയണമല്ലോ. അവസാനം ഞാൻ അതെ 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 മെയിലൊക്കെ എടുത്ത് മെയിലൊക്കെ എടുത്ത് ഞാൻ നോക്കി. പിന്നെ അപ്പൊ എനിക്ക് അതിന്റെ സംഭവം പിടിയിടി. അവര് വർഷത്തിൽ ഒരിക്കലും ഈ ഇന്ത്യ കാണാനും കേരളം കാണാനും ഒക്കെ വന്നോണ്ടിരുന്നതാണ്. ഈ പുള്ളിക്കാരനായിട്ട് പരിചയപ്പെട്ട് വീണ്ടും ഒരു വർഷം കൂടെ പുള്ളി വന്നിട്ടുണ്ട്. പിന്നെ അവര് ഇന്ത്യ വന്നിട്ടേ ഇല്ല. ഇന്ത്യ ഓർക്കുമ്പോ പുള്ളിക്ക് ഇങ്ങനെ ഈ പുള്ളിയുടെ മുഖം ഓർമ്മ വരും. ഇന്ത്യയെ തന്നെ അങ്ങ് പുള്ളി പേടിയായി പോയി. പിന്നെ ഇറ്റലിക്കാർ വന്നിട്ടേ ഇല്ല. പിന്നെ നിങ്ങളുടെ കല്യാണം അറിയിച്ചായിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ അറിയിക്കാൻ പോയില്ല. ഇനി ഈ പുള്ളി കല്യാണം കഴിച്ച് പോയെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഇങ്ങോട്ടെങ്ങാനും വന്ന് ഇന്ത്യൻ മോഡൽ, ഇറ്റലി മോഡൽ അല്ലെങ്കിലും ഇന്ത്യൻ മോഡലിൽ ഒരു കൊടിയൊക്കെ കുത്തി ദാമ്പത്യത്തിന് മുമ്പിലല്ലേ പോണം. ഇറ്റലിയിലോ? ഞാനും പോകും സാർ, ഞാനും കേദാറും പോകും. കൂടെ പോകണം കേട്ടോ.